السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ റമദാനിലെ 27-ാം രാവിലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ രാവിന്റെ പ്രത്യേകത എന്താണ്? ഈ രാവിനിക്കുള്ള പ്രത്യേകത എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായം പറയുന്നു. ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത്, അവര് രേഖപ്പെടുത്തിയത് 27-ാം രാവ്, ഇന്നത്തെ രാവിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്. ധാരാളം പണ്ഡിതന്മാർ. എന്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉണർത്തുന്നു. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ശ്രദ്ധ ലഭിക്കുന്ന ഒരു രാവ്. 1000 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ 84 വർഷം. ഞാൻ എല്ലാ മജ്‌ലിസിലും പറയുന്നതാണ്, 84 വർഷം നമ്മൾ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒരു രാവുകൊണ്ട് നമുക്ക് കിട്ടുകയാണ്. 84 വർഷത്തെ ആയുസ് അല്ലാഹു നമുക്ക് നീട്ടിട്ട് തരുവാണ്. മുഅ്മിനീങ്ങളെ, നമുക്ക് 84 വർഷം ആയുസുണ്ടെങ്കിൽ അതിൽ എത്ര കണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യോ അതിന്റെ പരിപൂർണമായിട്ടുള്ള റിസൾട്ട് അല്ലാഹു നമുക്ക് തരികയാണ്. അതിന്റെ പരിപൂർണമായിട്ടുള്ള കൂലി പ്രതിഫലം അല്ലാഹു നമുക്ക് തരികയാണ്. കാരണം എന്തുകൊണ്ട്? ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വന്നപ്പോൾ പകല് സമയങ്ങൾ അവർ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തു, നോമ്പനുഷ്ഠിച്ചു, എല്ലാം അവർ എനിക്ക് വേണ്ടി ചെയ്തു. രാത്രി സമയങ്ങളിൽ അവർ എനിക്ക് വേണ്ടി നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, അവരെ ഹയാത്താക്കി എനിക്ക് വേണ്ടി അവർ ഇബാദത്ത് ചെയ്തു. എൻ്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരു ഓഫറായി കൊടുക്കുകയാണ്. ഒരു ഓഫറായി എൻ്റെ അടിമകൾക്ക് ഞാൻ കൊടുക്കാന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉണർത്തിയതാണ്. ആ രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവ്, മഹത്വമേറിയ രാവ്, 27-ാം രാവ്. ഇന്നത്തെ നമ്മളെ മജ്‌ലിസ് സയ്യിദിയ മജ്‌ലിസ്, ഇൻഷാ അല്ലാഹ് നമ്മുടെ തൗബയുടെ മജ്‌ലിസാണ്. തൗബയുടെ മജ്‌ലിസാണ്. എന്താണ് തൗബ? ഇന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണെങ്കിൽ ഇന്ന് ലൈലത്തുൽ ഖദർ ഇറങ്ങി കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ ലൈലത്തുൽ ഖദറിൽ അല്ലാഹുവേ ലൈലത്തുൽ ഖദറിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം തൗബക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. തൗബക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസവും രാവുമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഇന്നത്തെ രാവ്. എന്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ തൗബ? പക്ഷാതാപം. നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ, അറിയാതെ വന്നു പോയ പാപങ്ങൾ, തെറ്റുകൾ, ധാരാളം തെറ്റുകൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തു വന്നുപോയവരാണ്. അറിഞ്ഞിട്ടും അറിയാതെയും വന്നു പോയവരാണ്.
അതിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇനി എൻ്റെ അടുത്തൊരു തെറ്റുണ്ടാവില്ല അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റുകളെ നീ പൊറുക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പ് നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. നീ മാപ്പ് തന്നില്ലെങ്കിൽ അള്ളാഹുവേ, നിന്റെ ഭീകരമായ നരകത്തിൽ അല്ലാ നീ എന്നെ ഞങ്ങളെ ഇട്ടു. അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, ഇടങ്ങേറിലാണ് അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്ത് നൽകണം അല്ലാ. സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ധാരാളം തെറ്റുകൾ ചെയ്തു, ധാരാളം തെറ്റുകൾ ഞങ്ങൾ എടുത്തു വന്നുപോയി അല്ലാ. ഈ രാവിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങൾക്ക് നീ പുറത്ത് നൽകണം അല്ലാ. പൊറുക്കലിനെ തേടലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ തൗബ. അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു നമ്മൾ ഉണർത്തുകയാണ്. ഗഫൂർ, ഗഫാർ, റഹീം അല്ലാഹു ഉണർത്തുകയാണ്. ഗഫൂർ, ഗഫൂർ, ഗഫാർ. അല്ലാഹു അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ചോദിക്ക് നിങ്ങൾ എന്നോട്, ഞാൻ നിങ്ങളെ എല്ലാ ദോഷവും ഞാൻ പുറത്തു തരാം. അല്ലാഹു പറയാണ്. റഹീം, അല്ലാഹു അങ്ങേറ്റം കരുണ ചെയ്യുന്നവനാണ്. മുഅ്മിനീങ്ങളെ, കരുണ ചെയ്യുന്ന അല്ലാഹു നമ്മളെ ഗുഡ്സാക്കൂല, അല്ലാഹു നമ്മളെ പ്രയാസത്തിലാക്കൂല. അല്ലാഹു തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അങ്ങേറ്റം അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അങ്ങേറ്റം അല്ലാഹു കരുണ ചെയ്യുന്നവനാണ്. റഹീം. ഇതൊക്കെ പറഞ്ഞ അള്ളാഹുലേക്ക് നമ്മൾ കരുണ, നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ തൗബ ചെയ്യണം. മുഅ്മിനീങ്ങളെ, തൗബ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ മജ്ലിസിൽ, ഇന്നത്തെ തൗബയുടെ മജ്ലിസിൽ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇരിക്കുക. ഇഖ്ലാസോടുകൂടി നല്ല വൃത്തിയുള്ള സ്ഥലത്ത്, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒരു ബഹൂറോ അങ്ങനെ എന്തെങ്കിലും പുകയിപ്പിക്കുക, നല്ല സുഗന്ധം പരത്തുക. ഇന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. ധാരാളം റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീടുമായി സന്ദർശിക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം, ഇന്നത്തെ രാവ്, ഈ സമയങ്ങൾ. അതുകൊണ്ട് നല്ലൊരു സുഗന്ധം പരത്തുക, നല്ല വൃത്തിയാക്കുക. വൃത്തിശൂന്യമായ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി ഇൻഷാ അല്ലാഹ് നിസ്കാരക്കുപ്പായ ഇടാൻ പറ്റുന്നവര് ഇടുക. തലമറയ്ക്ക, അല്ലാത്തവര് തലമറയ്ക്കുക. സഹോദരിമാര് തലമറയ്ക്കുക, പുരുഷന്മാര് സഹോദരന്മാര് തലമറയ്ക്കുക, തൊപ്പിക്കൊണ്ട് തലമറക്കുക. സഹോദരിമാര് തട്ടം കൊണ്ടോ അല്ലെങ്കിൽ നിസ്കാരപ്പായിട്ടിട്ടോ മൊക്കനിട്ടിട്ടോ തലമറക്ക്. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബയിലേക്ക് കടക്കുക. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി ചൊല്ലുക. ഞാൻ പറയുന്ന കാര്യങ്ങള് തൗബയുടെ ഒരു രൂപമാണ്. എങ്ങനെ നിങ്ങൾക്ക് തൗബ ചെയ്യാം? എൻ്റെ കൂടെ നിങ്ങൾ ഇൻഷാ നമ്മളെ തൗബയുടെ വലിയ മജ്ലിസ് ആയതുകൊണ്ട് എൻ്റെ കൂടെ ഈ വലിയ സ്ക്രീനിൽ ഞാൻ അങ്ങനെ കൊടുക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതോടുകൂടി ഇങ്ങനെ ചൊല്ലുക, അതോടുകൂടി ചൊല്ലുക, മെല്ലെ മെല്ലെ ചൊല്ലുള്ളൂ. നിങ്ങൾക്കും ചൊല്ലാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് മെല്ലെ 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 ചൊല്ലിപ്പോകുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അത് കാരണം എന്ത്, എല്ലാവർക്കും ചൊല്ലാൻ വേണ്ടി, എല്ലാവർക്കും ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി. നിങ്ങൾ പല സ്ഥലങ്ങളും തൗബ ചൊല്ലിയിട്ടുണ്ടാവും, മദ്രസകളിൽ നിന്ന്, അല്ലെങ്കിൽ മദ്രസയിലുള്ള ക്ലാസ്സുകളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റു മജ്ലിസുകളിൽ നിന്ന് തൗബ ചൊല്ലിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഏത് തൗബയാണ് അല്ലാഹു സ്വീകരിക്കാന്ന് പറയാൻ പറ്റൂല. ഏത് നിമിഷത്ത് നമ്മൾ ചൊല്ലുന്ന തൗബയാണ് അല്ലാഹു സ്വീകരിക്കാന്ന് പറയാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ, തൗബ അധികരിപ്പിച്ചോ മദ്രസനായിട്ടും മറ്റുള്ള മജ്ലിസിൽ നിന്നായിട്ട് എവിടെ തൗബ ഉണ്ടോ അവിടേക്ക് ഓടിക്കോ. ഇൻഷാ അല്ലാഹ് തൗബയെ അല്ലാഹു സ്വീകരിക്കട്ടെ. തൗബ ചെയ്തുകൊണ്ട് അല്ലാഹു നമ്മളെ തെറ്റുകളെ പുറത്ത്, നമ്മളെ ആഗ്രഹങ്ങള്, നമ്മളെ മുറാദുകള്, നമ്മളെ ഉദ്ദേശങ്ങള് അല്ലാഹു നടത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, കടങ്ങൾ വീട്ടി തരട്ടെ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ടാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നമ്മൾ ജീവിതകാലത്ത് ചെയ്ത തെറ്റുകൊണ്ടാണ് അല്ലാഹു നമ്മളെ ദുആ സ്വീകരിക്കാത്തത്. ചിലര് പറയാറുണ്ട്, തങ്ങളെ ഞാൻ ദുആ ചെയ്ത് ഞാൻ മടുത്തു, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. കാരണം എന്തേ? നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങളുണ്ടാവും, അല്ലാഹു പുറത്തിട്ടുണ്ടാവില്ല.
അള്ളാഹു പുറത്തിട്ടുണ്ടാവൂല. അതുകൊണ്ട് തൗബ ചെയ്യാം. ഒരു 4 ഷർത്തുകളുണ്ട് തൗബക്ക്. തൗബ ചെയ്യുന്നതിന് മുമ്പ് ഈ 4 ഷർത്തുകൾ നിങ്ങൾ അറിയണം. എന്നിട്ട് നമ്മൾ തൗബയിലേക്ക് കടക്കുന്നുള്ളൂ. എന്നിട്ടേ നമ്മൾ തൗബയുടെ വലിയ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ. അള്ളാഹു നീ സ്വീകരിക്കണം, നീ കബൂൽ ചെയ്യണേ, നീ കബൂൽ ചെയ്യണേ. തൗബ ചൊല്ലി തന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നീ സ്വീകരിക്കണം. ഒന്നാമത്തെ ഷർത്ത്, ഒന്നാമതായി തൗബയുടെ ഷർത്ത്, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നമ്മൾ ഖേദം പ്രകടിപ്പിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നാലിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ ഞാൻ ഇങ്ങനെ എണ്ണി പറയുന്നില്ല. ഇന്നാലിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നാലിന്റെ തെറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു വന്നു പോയിട്ടുണ്ട്. ഞാൻ ഒരു ഹറാം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹറാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റുണ്ടല്ലോ നമ്മൾ ചെയ്ത്, എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇങ്ങനെ എണ്ണി പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. എന്റെ ജീവിതത്തിൽ വന്നു പോയതാണ്, സാഹചര്യത്തിന്റെ അടിമപ്പെട്ടുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നു പോയതാണ്. ആ ഒരു തെറ്റിനെ മനസ്സിൽ കാണുക. ആ ഒരു തെറ്റിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൽ വലിയ ഖേദം പ്രകടിപ്പിക്കുക. അല്ലാഹ്, ഇനി ആ തെറ്റ് ഞാൻ ചെയ്യൂല അല്ലാഹ്, ഇനി എന്റെ അടുത്ത് അങ്ങനെ ഒരു തെറ്റ് വന്നു പോകൂല അല്ലാഹ്. എന്റെ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഞാൻ വന്നതാണ്. വലിയ രീതിയിൽ ഹൃദയം പൊട്ടി വിതുമ്പിക്കൊണ്ട് ആ ഒരു തെറ്റിനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണാം. അതിൽ വലിയ ഖേദം പ്രകടിപ്പിക്കുക. ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിൽ നിന്ന് പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാവണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ഷർത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഹറാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോണത്. ഒരു ഹറാം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിൽ നിന്ന്, ഹറാമിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് ഒരു തെറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പിന്തിരിയണം. ഒരു തെറ്റിങ്ങനെ ചെയ്ത ഒരാളെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ഒരാളെ അവനക്ക് ഇഷ്ടമില്ലാത്ത അവന്റെ സ്വത്ത് നമ്മൾ കൈപ്പറ്റി പിടിച്ചെടുത്തു, ആ ഒരു തെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു അന്യന്റെ മുതൽ നമ്മൾ കട്ടിട്ടുണ്ട്, കളവെടു നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹറാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല. ഒരു ഹറാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹറാമിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ പിന്തിരിയണം. ഞാൻ തെറ്റ് ഞാൻ ചെയ്യൂല, ഇനി ആ തെറ്റ് ഞാൻ ചെയ്യൂല, ജീവിതത്തിൽ വന്നു പോകൂല. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പിന്തിരിയണം. അല്ലെങ്കിൽ തൗബ കൊണ്ട് കാര്യമുണ്ടോ? അവർ തെറ്റ് ചെയ്ത് ഇന്നിപ്പോ തൗബന്റെ ഒപ്പം ചെല്ലി, സയ്യിദിയ മജ്‌ലിസിലും തങ്ങൾ ഉസ്താദിന്റെ ഒപ്പം ചെല്ലി, പിന്നെ ആ തെറ്റിലേക്ക് പോകണം നാളെ തന്നെ. തൗബയുണ്ട് കാര്യമുണ്ടോ? ഇല്ലേ. ഇനി ആ തെറ്റ് ഞാൻ ചെയ്യൂല, എന്റെ അടുത്ത് ഇനി ഒരു തെറ്റും വന്നു പോകൂല. രണ്ടാമത്തെ ഷർത്ത് മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഷർത്ത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരാൾ ഇങ്ങനെ റീസെന്റ് ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ജീവിതത്തിൽ അവൻ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ തൗബ ചെയ്യുമ്പോഴും അവൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തെറ്റിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം? പരിപൂർണമായിട്ടും മുക്തത നേടണം. ഇപ്പൊ എന്റെ നമ്മൾ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ അവൻ വിചാരിക്കണം, ഇനി ആ തെറ്റിന്റെ അടുത്ത് വന്നു പോകൂല, ഇനി എന്റെ അടുത്ത് ആ തെറ്റുണ്ടാവൂല. ഓ മനസ്സുകൊണ്ട് കരുതണം എന്റെ മുഅ്മിനീങ്ങളെ, കരുതണം. ഞാൻ ഓരോന്ന് എടുത്തു പറയുമ്പോൾ വലിയ പ്രയാസം. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് എടുത്തു പറയാത്തത്, ഓരോ തെറ്റുകൾ എടുത്തു പറയാത്തത്. നിങ്ങൾക്കറിയാലോ, നിങ്ങളെ മനസ്സിലുള്ള, നിങ്ങളിപ്പോ ചെയ്യുന്ന ഒരു തെറ്റ് നിങ്ങൾ മനസ്സിലുണ്ടല്ലോ, അത് പരിപൂർണമായിട്ട് ഒഴിവാക്കണം ചെയ്യുന്നവരുണ്ടെങ്കിൽ. മൂന്നാമത്തെ ഷർത്ത്, മൂന്നാമതായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഞാൻ ആ തെറ്റ് ചെയ്യൂല, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യൂല, ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് ഇനി മടങ്ങൂല എന്നവൻ കരുതണം. ഒരവൻ തെറ്റ് ചെയ്തിട്ട് അവൻ കളവ് നടത്തിയിട്ടുണ്ട്, നാളെ ഒരു കളവിന് എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യാണ്? ഷെഡ്യൂൾ ചെയ്യണം. അല്ലെങ്കിൽ ഹറാമായ ഒരു വ്യഭിചാരം അവൻ ചെയ്തിട്ടുണ്ട്, നാളെ വ്യഭിചാരത്തിന് വേണ്ടി അവൻ ഷെഡ്യൂൾ ചെയ്യാണ്. അല്ലെങ്കിൽ എന്ത് തെറ്റുമാവട്ടെ അതിലേക്ക് അവൻ ഷെഡ്യൂൾ ചെയ്യും. മദ്യപാനം, നാളെ മദ്യപാനത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യാണ്? ഒരു ഷെഡ്യൂൾ ചെയ്യാണ്. ചങ്ങായിമാരൊക്കെ വിളിച്ചിട്ട്
നമുക്ക് എന്ത് ചെയ്യണം? പെരുന്നാൾ കഴിഞ്ഞിട്ടൊന്ന് കൂടണം. പറയാണ് നോമ്പ് കഴിഞ്ഞോട്ടെ. പിന്നെ അവൻ തൗബ ചെയ്യുന്നുണ്ട്. കാര്യമുണ്ടോ ഇല്ലേ? കാര്യമില്ല. ഭാവിയിൽ എന്ത് ചെയ്യണം? ആ തെറ്റിലേക്ക് ഞാൻ പോവൂല എന്ന് ഉറപ്പിക്കണം. ഭാവിയിലേക്ക് പിന്നീട് ഒരിക്കലും ഞാൻ തെറ്റു പോകൂല. ഇത് കുറച്ച് ദിവസം ഞാൻ തൗബ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം? പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആ തെറ്റിലേക്ക് തന്നെ പോകും. നോമ്പല്ലേ, വേണ്ട, തെറ്റ് വേണ്ട. അങ്ങനത്തെ ആളുകളുണ്ട്. തൗബ കൊണ്ട് കാര്യമില്ല. അവർക്ക് തൗബ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഫായിദവും ഇല്ല. അപ്പൊ മൂന്നാമത്തെ ഷർത്ത്. നാലാമത്തെ ഷർത്ത് ഒരു ഗൗരവമുള്ളൊരു ഷർത്താണ്. ജനങ്ങളുമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് അവര് തന്നെയുമായിട്ട് എന്ത് ചെയ്യണം? പൊരുത്തപ്പെടിപ്പിക്കണം. ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം വീട്ടണം. ഇനി വാരിച്ച കടാണ്, വീട്ടാൻ കഴിയണില്ല. അപ്പൊ ഒരാൾ എങ്ങനെ തൗബ ചെയ്യും? ഭാരിച്ച കടാണ്, വീട്ടാൻ കഴിയുന്നില്ല, ഒരു നിലക്കും വീട്ടാൻ കഴിയുന്നില്ല, അവന്റെ അടുത്തില്ല. അപ്പൊ അവനക്ക് വിളിക്കുക, കടം കൊടുക്കാനുള്ള ആൾക്ക് വിളിച്ചിട്ട്, ഞാൻ ഇത്ര ഞങ്ങൾക്ക് തരാനുണ്ട്, എന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ്, ഇപ്പൊ എടുക്കാനില്ലായിട്ടുണ്ട്, എന്തെങ്കിലും ഞാൻ ഇത്ര ഇന്നാലുള്ള ദിവസത്തിൽ ഞാൻ എങ്ങനെങ്കിലും തരും, എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ തരും, അതുകൊണ്ട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണം എന്ന് അവനോട് വലിയതായിട്ട് ഖേദം പ്രകടിപ്പിക്കുക. പൊരുത്തപ്പെട്ട് ചോദിക്കുക, അവനോട് പൊരുത്തപ്പെട്ട് ചോദിക്കുക. അത് എന്തിടപാടുണ്ടെങ്കിലും, ഇനി ഒരാളെ മുതൽ നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, ഒരാളെ സ്വത്ത് നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അത് അവനക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് തൗബ സ്വീകരിക്കുള്ളൂ കേട്ടോ. എല്ലാതെ ഒരിക്കലും നിന്നെ തൗബ സ്വീകരിക്കൂല. നീ വെറുതെ കരഞ്ഞിട്ട് നിന്റെ കണ്ണീര് വെറുതെ വേസ്റ്റ്. ഒരാളെ മുതൽ, അന്യന്റെ മുതല് നീ എടുത്തിട്ടുണ്ട്, അത് നീ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി ആയിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, മുതലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നീ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവനക്ക് തിരിച്ചേൽപ്പിക്കുക. അതുകൊണ്ട് നീ ഉപയോഗിച്ചിട്ടുണ്ട്, അത് നിന്റെ അടുത്ത് കൊടുക്കാനില്ല എങ്കിൽ അവനക്ക് വിളിച്ചിട്ട് ഇന്നാലൊരു തെറ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ടടാ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടടി, ഞാൻ എനിക്ക് തരാം, എനിക്കിപ്പോ ഒന്ന് പൊരുത്തപ്പെട്ടു തരണം, ചോദിക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യുക. എന്നിട്ടേ തൗബയിലേക്ക് നിങ്ങൾ ഒരുങ്ങാവൂ. ഇത്തരം തെറ്റുകളുള്ള ഈ 4 ഷർത്തുകള് നിർബന്ധം. ഈ 4 ഷർത്തുകൾ തൗബക്ക് നിർബന്ധമാണ്. മുഅ്മിനീങ്ങളെ, ഈ 4 ഷർത്തുകൾ നമുക്ക് വേണം. എന്നിട്ട് ഈ രാവിലെ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യുക. ഈ രാവിലെ അല്ലാഹുവേ, ഞങ്ങളടുത്ത് അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ, അറിയാതെ വന്നു പോയ പാപങ്ങൾ, സാഹചര്യത്തിന്റെ അടിമപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ പൊറുക്കണേ അല്ലാഹ്. ഇന്നത്തെ രാവിലെ വലിയ മഹത്വമുള്ള രാവാണ്. അള്ളാഹു നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകുവാൻ മുഅ്മിനീങ്ങളെ ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി തൗബയുടെ രൂപം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചൊല്ല. ഈ സ്ക്രീനിൽ മുഴുവൻ ഞാൻ കൊടുക്കും. എല്ലാവരും ആ തട്ടടാനുള്ളവര് തലമറക്കുക. എൻ്റെ സഹോദരന്മാര് തലമറക്കുക, സഹോദരിമാര് തലമറക്കുക. തട്ടട്ടുകൊണ്ട് അല്ലെങ്കിൽ മഫ്തട്ട് കൊണ്ട്, മൊക്കനട്ടുകൊണ്ട് തലമറക്കുക. ഒരു ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇരിക്കുക. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സ്ക്രീനിൽ മുഴുവൻ കൊടുക്കാം. എല്ലാവരും റെഡിയല്ലേ? തൗബ ചെയ്യാൻ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് പറയും. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യാൻ പോവാണ്. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റുചൊല്ല ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അൽ കരീം അൽ കരീം അർ റഹീം
الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من ذنبي الذي يعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوح ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ല എന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതിയുറപ്പിച്ചു തമ്പുരാനെ. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു അല്ലാഹ്. ഞങ്ങളുടെ ദോഷത്തിന്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്കിനി പുറത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളായി പോകും തമ്പുരാനെ. നിന്റെ കൃപ കൊണ്ടും ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും ജഹന്നം എന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ തൗബയെ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ശൈത്താൻ ഇബ്ലീസിന്റെ ചൊല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ച് കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി ഏറ്റമേറ്റം ചെയ്യണം തമ്പുരാനെ. അഷ്ഹദു അല്ലാ ഇലാഹ
إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറ കൊള്ളെ യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളെ വലം കയ്യിൽ തെരീപ്പിച്ച് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അകം കടത്തി നിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലിഖാഇനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ, തമ്പുരാനെ, തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാം. നമ്മുടെ ദുആണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അടുത്ത് വന്നുപോയ തെറ്റുകളെ നീ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഇനി ഒരിക്കലും അത്തരം തെറ്റുകളെ കൊള്ള പോവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ഈ തൗബാനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലി ദുആയിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആയിലേക്ക് കടക്കാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إن شاء الله കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 أستغفر الله العظيم 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 അല്ലാഹു ഞങ്ങളെ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. കുറച്ച് ദിക്ർ ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. റഹ്മാനുർ റഹീമായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നിങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഈ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവിൽ അല്ലാഹു ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് 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 യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം
رحيم يا الله يا رحمن يا الله يا 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 رحيم يا الله അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഇനി ഒരിക്കലും അത്തരം പാപങ്ങൾ ചെയ്യാൻ തെറ്റുകൾ ചെയ്യാനുള്ള മനസ്സ് അല്ലാഹ് ഞങ്ങൾക്ക് ഇനി നൽകല്ല അല്ലാഹ് നീ നൽകല്ല അല്ലാഹ് നീ നൽകല്ല തമ്പുരാനേ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനേ آمين الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ് നീ വിജയം നൽകണേ അല്ലാഹ് നീ വിജയം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള് അറിയാതെ വന്നു പോയ പാപങ്ങള് തെറ്റുകളെ നീ പൊറുക്കണേ അല്ലാഹ് നീ പൊറുക്കണേ അല്ലാഹ് നീ പൊറുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഹൃദയങ്ങളിൽ നീ അല്ലാഹ് ഞങ്ങൾക്ക് നീ കിബ്ർ നൽകല്ലേ അല്ലാഹ് ഹസദ് നൽകല്ലേ അല്ലാഹ് അല്ലാഹുവേ ഒരു പ്രയാസവും നൽകല്ലേ അല്ലാഹ് ഇത്ര ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ് അർഹമർ റഹീമീനായ അല്ലാഹ് നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാഹ് എടങ്ങേറ് നൽകല്ലേ അല്ലാഹ് മുസീബത്ത് നൽകല്ലേ അല്ലാഹ് ബലാകൾ നൽകല്ലേ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അവരെ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാഹ് അവരെ ഹലാലായ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാഹ് ഒരു മജ്ലിസിൽ പോലും മുടങ്ങാതെ
കൂടാതെ എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ പൂർണ്ണീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. മാറ്റല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ ഇബാദത്തും നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ അമാലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പിനെ കുറ്റമറ്റ രീതിയിൽ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ റമളാൻ ഒരു ഒടുക്കത്തെ റമളാനാക്കി മാറ്റല്ലേ അല്ലാഹ്. നീ മാറ്റല്ലേ അല്ലാഹ്. നീ മാറ്റല്ലേ അല്ലാഹ്. ഇനിയും റമളാനിൽ കൂടാനും ഇബാദത്തുകൾ ചെയ്യാനും ധാരാളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഈ ദിവസത്തിൽ അല്ലാഹുവേ ഞങ്ങൾ കൊടുത്ത സ്വതക്കകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ ഈ മജ്ലിസിൽ ചൊല്ലിയ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. എന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല അല്ലാഹ്. നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, അറിഞ്ഞു വന്നുപോയ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. അറിയാതെ വന്നുപോയ പാപങ്ങൾ നീ പുറത്തു നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ കൃപ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ കൃപ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ പൊറുത്തില്ല എങ്കിൽ അല്ലാഹുവേ നിന്റെ കഠോരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമല്ലോ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ തെറ്റുകളെ പുറത്ത് അല്ലാഹുവേ ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇടങ്ങേറുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മനസ്സമാധാനം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ മനസ്സമാധാനം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ നിന്ന് ഫിറാശ് അവരുടെ ഖബറിലേക്ക് നീ വിരിപ്പിക്കണേ അല്ലാഹ്. നീ വിരിപ്പിക്കണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോടെ വെച്ച് ഇഷ്ടം വെക്കുന്നവർ നീ അവരെ സ്നേഹിക്കണേ അല്ലാഹ്. നീ അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാഹ്. നീ അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ധാരാളം ഹദിയകൾ ചെയ്തവര്, ധാരാളം സ്വതക്കകൾ ചെയ്തവർ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അവരെ സ്വതക്കുകളെ അവരെ ഹദിയകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനിയും ചെയ്യാനും സ്വതക്ക എടുക്കാനും ഉദ്ദേശിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ സ്വതക്കകൾ ചെയ്തുകൊണ്ട് ഹദിയകൾ ചെയ്തുകൊണ്ട് ഭർത്താവിന്റെ ജോലിയിൽ ഖൈറുണ്ടാവാൻ തങ്ങളെ ദുആ ചെയ്യണം. മകന്റെ ജോലിയിൽ ഖൈറുണ്ടാവാൻ തങ്ങളെ ദുആ ചെയ്യണം. ബിസിനസ്സിൽ ഖൈറിന് വേണ്ടി തങ്ങളെ ദുആ ചെയ്യണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ധാരാളം ദുആ വസിയത്തുകൾ അറിയിച്ചവർ അല്ലാഹുവേ അവരെ ദുആ വസിയത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം
രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണമല്ലോ, ഏറ്റവും ഉദവി നൽകണമല്ലോ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരു കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അവസാനമായി ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാഹു, ഞങ്ങൾ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ അവരെ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, അവരുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നീ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ മിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയുള്ള മഹത്തമാക്കപ്പെട്ട ദിവസങ്ങളിൽ ഈ വിനീതന് വേണ്ടി ദുആ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. അല്ലാഹുവേ നീ സ്വീകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.